ഹായ്, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടിയും തേങ്ങാപ്പീരയും വെള്ളമൊക്കെ ചേർത്തിട്ട് നീർദോശയുടെ ബാറ്റർ തയ്യാറാക്കും. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ബാറ്ററിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വെജിറ്റബിളും കൂടെ ചേർക്കുന്നുണ്ട്. ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അയൺ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഈ ബാറ്ററിൽ ബീട്രൂട്ടും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അരിപ്പൊടി വേണം. പച്ചരി കുതിർത്ത് വെച്ച് അരച്ചെടുത്തിട്ടും നമ്മൾ നീർദോശ തയ്യാറാക്കാറുണ്ട്. ഞാനിവിടെ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ്. ഞാൻ അതിനെ കുഞ്ഞു ഇതായിട്ട് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം അരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ അരയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന്. ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 240 ml ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ 1/4 കപ്പ് അരിപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണം. നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേണം പൊടി ഇടാനായിട്ട്, ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് പൊടി ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഈ അരിപ്പൊടിയിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പീരയാണ്. 1/4 കപ്പിന് 1/4 കപ്പ് എന്നുള്ള രീതിയിൽ. കൂടുതൽ തേങ്ങാപ്പീര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം നമുക്ക് പിന്നെ കൂടുതൽ ചേർക്കണം. ഇപ്പോൾ അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാറ്ററിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് തന്നെ ചേർത്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമുക്ക് നീർദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പാൻ ചുറ്റിച്ച് കൊടുക്കുക. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ദോശ റെഡിയായി കിട്ടും. പിന്നെ ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ മൂടി വെക്കണമെന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ദോശ വെന്ത് കിട്ടും. ദോശ കറക്റ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങും. അപ്പം നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നീർദോശ റെഡിയായി. ഇനി ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ചുട്ടെടുക്കാം. ബാറ്റർ ആദ്യം ഒഴിക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ നീർദോശയെല്ലാം ഇവിടെ റെഡിയായി. പിന്നെ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കില്ലേ, അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ മോനാണെങ്കിൽ ഇവിടെ ബീട്രൂട്ട് തോരനോ മെഴുക്കുവരട്ടി എന്ന് വെച്ചാൽ കഴിക്കുകയില്ല. പക്ഷേ ഈ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരു കുഴപ്പമില്ല, അവനത് മുഴുവൻ കഴിച്ചോളും. അപ്പം നിങ്ങളും ഈ വെറൈറ്റി നീർദോശ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.